എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ ആളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ ആളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ. രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ ആളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ. നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയോരേറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമാക്കിലവും ഞാൻ. വല്ലഭാവത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയോരേറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമാക്കിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ ആളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. സൃഷ്ടികളെ ആളുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതാ. നിന്നെ സ്നേഹിച്ചിടും നിതാ. നിന്നെ സ്നേഹിച്ചിടും നിതാ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുമുതൽ നീക്കം തന്നെ. ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരകളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവരും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടെ ആരോട് കൃപേതുമശ്വരാജാവേ, നിനക്ക് സ്തുതി. ബാറക്മോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. എൻ്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നൽകരണമേ. ഇടക്കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. എന്തുടനാൽ രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ വിലബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള തമ്പുരാൻ്റെ അമ്മേ, പാപികളാടിയാർക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദൈവം വീഴ്ചയുള്ളണമേ. ആമേൻ. ാം സങ്കീർത്തനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിൻ്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാവുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവയെ നിൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കയുള്ള പ്രവൃത്തിക്ക് ഉപേക്ഷിക്കുകയും അരുത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ദൈവം തമ്പുരാൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, വന്ധ്യവൈദിക സഹോദരങ്ങളെ, ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ വിവിധ പ്രവർത്തകരെ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷം നമ്മളെ പിന്നിടുകയാണ്. സംഭവബഹുലമായിരുന്ന ഒരു വർഷം നമ്മിൽ നിന്ന് മാഞ്ഞുപോയി. ഒരു പുത്തൻ പുതിയ വർഷത്തെ വരവേറ്റുകൊണ്ട് ആത്മീയ കൃപയിൽ ദൈവദത്തമായ അനുഗ്രഹങ്ങൾ അനുഭവങ്ങളിൽ മുന്നേറുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ വർഷത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നമ്മെ ബാധിച്ചു. പ്രളയവും വരൾച്ചയും പ്രകൃതിക്ഷോഭങ്ങളും അതിനുശേഷം കൊറോണ എന്ന മഹാമാരിയും വളരെയധികം മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ഘട്ടം. എന്നാൽ പുതിയ വർഷത്തിൽ വളരെ പ്രകാശിതമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രതീക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറെടുപ്പോടെ ദൈവജനം മുന്നേറുകയാണ്. കൊറോണ കാലഘട്ടം പലതിൻ്റെയും ബാക്കി പത്രം തയ്യാറാക്കുമ്പോൾ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ കാലഘട്ടമായിരുന്നുവെങ്കിൽ അതിനൊരു മറുപുറമുണ്ട്. ദൈവകൃപ ആർജിക്കുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവവചന പഠനത്തിലൂടെ പുത്തൻ പുതിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വളരെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഈ നിമിഷം വരെ നമ്മളെ കാത്തുപരിപാലിച്ച, ബലഹീനതയുടെ നടുവിൽ ദൈവകൃപ പകർന്ന് നമ്മെ നിലനിർത്തിയ ദൈവം തമ്പുരാൻ്റെ കരവിരുതിനെ ഓർക്കുവാൻ തക്കവണ്ണം
ഈ കാലഘട്ടം വളരെ മതിയായതായി തീർന്നു. പ്രതിസന്ധികൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളേറെ വായിക്കുന്നുണ്ട്. അവയിൽ നിന്നൊക്കെയും നമ്മെ കാത്തു സൂക്ഷിച്ച ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാം. കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ വളരെ അനുകൂലമായി വരുന്നു. കൊറോണയ്ക്ക് പ്രതിവിധികൾ കണ്ടെത്തി അത് പരീക്ഷണാർത്ഥം മനുഷ്യരിലേക്ക് പ്രയോഗിച്ചു തുടങ്ങി. രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ഒരനുഭവം ദൈവം തമ്പുരാൻ്റെ കൃപയാൽ ലോകത്തിൽ സംജാതമാകുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു നാളുകളിലൂടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഏറെ ദൈവകൃപയുടെ ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് പരിശുദ്ധ സഭ കലണ്ടർ അനുസരിച്ച് ദനഹ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു കർത്താവിൻ്റെ മാമോദിസ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുവാനല്ല. ദനഹ പ്രകാശത്തിൻ്റെ പെരുന്നാൾ. പുതിയ വർഷം വരവേൽക്കുവാൻ തൊക്കൊണ്ട് നമുക്ക് മതിയായതായി തീരട്ടെ. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയുടെ ആരാധനക്രമങ്ങൾ, പ്രത്യേകിച്ച് പുറമിയൻ സദ്ദറായ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് അർത്ഥവത്തായിട്ട് രോഗസൗഖ്യത്തിനും പൈശാചികതയുടെ വിടുതലിനും പ്രകൃതിക്ഷോഭത്തിൽ നിന്നും അന്തരീക്ഷത്തിൻ്റെ മലിനീകരണത്തിൽ മാറ്റുന്നതിനുമൊക്കെ ഉള്ളതാണെന്ന് ആരാധനാക്രമത്തിൽ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത് ജലസ്രോതസ്സുകളെ വിശുദ്ധീകരിക്കുന്നതാണെന്ന് ഇന്നത്തെ ആരാധനയിൽ നമ്മൾ വായിച്ചു കേട്ടു. അന്തരീക്ഷത്തിലെ തിന്മ ശക്തികളെ ഉച്ചാടനം ചെയ്യുന്നതാണെന്ന് ഇന്നത്തെ ആരാധനയിൽ നമ്മൾ വായിച്ചു കേട്ടു. അർത്ഥവത്തായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അന്തരീക്ഷത്തിലെ അശുദ്ധാത്മാക്കളെ, ദുഷ്ടതകളെ നീക്കിക്കളയുന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. കൊറോണ ദൈവം മാറ്റി, തമ്പുരാൻ കരമുയർത്തി, എല്ലാത്തിനെയും അടിച്ചമർത്തി ദൈവമക്കൾക്ക് വിടുതലും ആശ്വാസം നൽകുന്ന ഒരു പുതുവർഷമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദനഹാ പെരുന്നാളിൻ്റെ അർത്ഥവത്തായ ശുശ്രൂഷകൾ എല്ലാവർക്കും അനുഭവവേദ്യമായിട്ട് എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കുക. ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുവാൻ തക്കവണ്ണം ദൈവകരുണയിൽ ആശ്രയിക്കുന്നു. ഈ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓൺലൈൻ ധ്യാനയോഗം ജീവമന്ന വളരെ അനുഗ്രഹപ്രദമായി ഒരാഴ്ച പോലും മുടക്കമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇതിൽ കേൾവിയിലൂടെ പങ്കെടുക്കുന്ന അനേകരുടെ നല്ല അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അത് വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ ആളുകൾ ഇതിൽ ആകർഷിതമായി ദൈവവചനത്തിലൂടെ ധന്യത പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് താങ്ങും തണലും നൽകി, ഉപദേശവും നിർദ്ദേശവും നൽകി അനുഗ്രഹിച്ച് നടത്തുന്ന ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസ് ആണ്. അദ്ദേഹത്തെ വളരെ താഴ്മയോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഭദ്രാസനത്തിൻ്റെ അനുഗ്രഹീതനായ സെക്രട്ടറി മാത്യു എബ്രഹാം കാരക്കലച്ചൻ അച്ഛനെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷ നിർവടിയായിട്ട് നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവനിയോഗം ലഭിച്ചിരിക്കുന്നത് ഭദ്രാസന വൈദികനായിരിക്കുന്ന ബഹുമാന്യനായ എബ്രഹാം കോശിയച്ഛന. അച്ഛനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മാധ്യമരംഗത്ത് വളരെ അനുഗ്രഹീതമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വന്യ വൈദികനാണ് അദ്ദേഹം. മാധ്യമ പ്രവർത്തന രംഗത്ത് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് 2013 കരസ്ഥമാക്കിയിട്ടുണ്ട്. KCCയുടെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലെ പുരസ്കാരങ്ങളൊക്കെയും അദ്ദേഹത്തിന് നേടിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ KCC യുവജന പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ബഥേൽ പത്രികയുടെ ചീഫ് എഡിറ്ററായിട്ട് വളരെ കാലം ശുശ്രൂഷ ചെയ്തു. അതുപോലെ തന്നെ ചെങ്ങന്നൂർ പ്രവർത്തിക്കുന്ന പൈതൃക സാംസ്കാരിക വേദിയുടെ ദേശമുദ്ര എന്ന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ബോധിനി കലാ സാംസ്കാരിക വേദി ചെങ്ങന്നൂരിൽ പ്രവർത്തിക്കാൻ നല്ല രീതിയിൽ നിലവാരത്തിൽ പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ ഉപദേശക സമിതി അംഗമാണ് അദ്ദേഹം. ഒന്നിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് ചെങ്ങന്നൂരിൻ്റെ അഭിമാനമായിരിക്കുന്ന ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളി, ചെങ്ങന്നൂർ മാതാപ്പള്ളിമാർ ഇവാനിയോസ് ബാവായും എന്ന ശീർഷകത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പഠനം കുറിപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിഴലായി ഒരാൾ എന്നൊരു പുസ്തകം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈടുറ്റ ലേഖനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഭയ്ക്ക് ഈടുറ്റ നല്ല സേവനങ്ങൾ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അഭിയന്യ ഇടവകയുടെ പ്രഥമ മെത്രാപ്പോലീത്ത തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെക്കുറിച്ചും പുത്തങ്കാവിൽ പുണ്യശ്ലോകനായ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയെക്കുറിച്ചുമൊക്കെ ഡോക്യുമെൻ്ററി വളരെ ശ്രദ്ധേയമായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററി അനേകർക്ക് വെളിച്ചം നൽകുന്നതായി തീർന്നിട്ടുള്ളതിൽ പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഭദ്രാസനത്തിൽ എക്യുനിമിക്കൽ റിലേഷൻസ് പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്നു. ഭദ്രാസന എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നല്ല നേതൃനിരയിൽ പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകിയ ഒരു വൈദികനാണ്. അച്ഛനെ ഇന്നത്തെ ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ക്ഷണിക്കുവാൻ കാരണം, ഈ പുതുവർഷത്തിൻ്റെ പുത്തൻ പുലരിയിൽ ഈ 2021 ദൈവകൃപയുടെ ഒരു വർഷമായിട്ടാണ് പ്രാർത്ഥനയിൽ മനസ്സിൽ തോന്നിയിരിക്കുന്ന ഒരാശയം. ഈ അനുഗ്രഹീത കൃപാവരത്തിൻ്റെ 2021 വർഷം നമ്മുടെ ദണ്ഡനങ്ങൾ, പീഡകൾ, രോഗങ്ങൾ, പ്രതിസന്ധികളൊക്കെ മാറ്റപ്പെടുവാൻ ദൈവത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഈ ശുശ്രൂഷ അച്ഛൻ തന്നെ നിർവഹിക്കണം എന്നതിൻ്റെ മനസ്സിൽ വളരെ താല്പര്യം തോന്നി. ഇതിനു മുമ്പൊരു ദിവസവും അച്ഛൻ ഇതൊക്കെ ഏറ്റിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റപ്പെട്ടത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് അച്ഛനെ വളരെ താഴ്മയോടെ വളരെ താല്പര്യത്തോടെ ഇന്നത്തെ ശുശ്രൂഷ നിർവഹിച്ച് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഈ ബദൽ പള്ളി അരമന പള്ളിയിൽ നടക്കുന്ന ഈ ധ്യാനയോഗം ലോകം മുഴുവൻ എത്തിക്കുവാൻ തക്കവണ്ണം ബദ്ധശ്രദ്ധരായിരിക്കുന്നത് ബദൽ ക്രിയേഷൻ അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന റെനി തോമസ് അച്ഛനും ബഹുമാനായ പോൾസൻ ചമാച്ചനും ഒബിനച്ഛനും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളും അവരെ എല്ലാവരെയും വളരെ താല്പര്യത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഡോക്ടർ ജി.ബി. ജോർജ്, ബിൻസി റജി അവരുടെ അസാന്നിധ്യത്തിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് ഈ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരിക്കുന്ന വന്യനായ അഡ്വക്കേറ്റ് കെ നൽകുന്നുണ്ട്. ഭദ്രാസനത്തിലെ പള്ളികൾ സന്ദർശിക്കുന്നതിനൊക്കെയും വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് കൂടുതൽ ദൈവാശ്രയത്തോടെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ ജോസഫ് സാറിനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾവിയിലൂടെ അനുഗ്രഹം പ്രാപിപ്പാൻ കാതോർക്കുന്ന എല്ലാ ദൈവജനത്തെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളെ നൽനിലമാക്കണമേ നാഥാ, നിൻ കൃപയാൽ തിരുവചനത്തിൻ നത്തുകൾ വാഴട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ ഇടവക മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരക്കലച്ചൻ, ഭദ്രാസന സുവിശേഷ സംഘത്തിന് സജീവമായ നേതൃത്വം നൽകുന്ന ഏറ്റവും ആദരണീയനായ തോമസ് കൊക്കാപറമ്പിലച്ചൻ, ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തകരെ, പ്രാർത്ഥനയോഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കെ ജി ജോസഫ് സാർ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, ഈ
ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഏവരുമേ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ തിരുവചനം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ബഥേൽ ക്രിയേഷൻ എന്ന ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ എല്ലാ ബുധനാഴ്ചയും ജീവമന്ന ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഥേൽ ക്രിയേഷൻസ് 2008 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അഭിമന്യനായ ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ ജീവിതത്തെ പകർത്തിക്കൊണ്ട് 2008 ആദ്യമായി ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങുകയുണ്ടായി, വിശ്വസ്തനും കാര്യസ്ഥനും. ആ ഡോക്യുമെൻ്ററിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അഭിമന്യ തിരുമേനി നിർദ്ദേശിച്ചതനുസരിച്ച് ആരംഭിച്ച ഒരു സംവിധാനമാണ് ഈ ബഥേൽ ക്രിയേഷൻസ്. അതിനുശേഷം അഭിമന്യ തിരുമേനിയുടെ രണ്ടാമത്തെ ഡോക്യുമെൻ്ററി ഇതേ ബാനറിൽ പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ആ കാലങ്ങളിലൊക്കെ അതുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും ഇന്നും ഇതുമായി ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ തിരുവചനം അനേകരുടെ ഹൃദയങ്ങളെ തൊടുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കൊക്കാപ്പറമ്പിൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മുൻപോട്ടുള്ള യാത്ര എങ്ങനെയെന്ന് എല്ലാവരും സംശയത്തോടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള പ്രബോധന ശുശ്രൂഷകളിലൂടെ, തിരുവചന ധ്യാനങ്ങളിലൂടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി പ്രതിഷ്ഠിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ദൈവം മതിയായവനാണ് എന്ന് പ്രഘോഷിക്കുവാനുമുള്ള ഒരു വേദിയായി ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷകൾ തീരുന്നുണ്ട്. നിരാശയുടെ കയങ്ങളിലേക്ക് നാം വീണു പോകുമ്പോൾ നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം, തിരുവചനത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വളരുവാൻ തക്കവണ്ണം, നമ്മളെ തന്നെ നല്ല നിലങ്ങളായി ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ഓർപ്പിച്ചത്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ദനഹ പെരുന്നാളാണ്. ഉദയത്തിൻ്റെ പെരുന്നാൾ, വെളിപ്പെടലിൻ്റെ പെരുന്നാൾ. ഗ്രീക്ക് ഭാഷയിൽ എപ്പിഫനി, ഉദയം എന്നർത്ഥമുള്ള ഈ ദനഹായിൽ, ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മിൽ ക്രിസ്തു ഉദയം ചെയ്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് പകരുവാൻ തക്കവണ്ണം ഈ ഒരു പെരുന്നാൾ മുഖാന്തരമായി തീരുന്നു. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഒരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നത്, യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ വായുകളെ നിന്റെ സ്തുതിയുടെ ഉറവയും നിന്റെ മഹത്വങ്ങൾ നിറഞ്ഞ പാത്രങ്ങളുമാക്കി തീർക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാർ വളരെ മനോഹരമായി ഈ ദനഹായുടെ വിശദീകരണം, എന്താണ് ദനഹ, എന്താണ് ദനഹായിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആത്മ ശരീര മനസ്സുകളുടെ വിശുദ്ധീകരണമാണ്. നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഈ സഭാജീവിതത്തിലാകുമ്പോൾ, ഈ ലോകജീവിതത്തിലാകുമ്പോൾ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഓർപ്പിച്ചു, ഈ ജലത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ, ഈ ജലം ഉപയോഗിക്കുന്നതിലൂടെ രോഗങ്ങൾക്ക് വിമുക്തി ലഭിപ്പാൻ, നമ്മുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, പിശാച്, കുരുള, അസൂയ, ആഭിചാരം, മായാപ്രയോഗം, വിഗ്രഹാരാധന എന്നിവയും സകല പൈശാചിക പ്രവർത്തനങ്ങളെയും നിഷ്കാസനം ചെയ്യുവാൻ കഴിവുള്ള ജലമായി. പിന്നീട് പിതാക്കന്മാർ കാലങ്ങൾക്ക് മുമ്പേ എഴുതി വച്ചിരിക്കുകയാണ്, വായുമണ്ഡലത്തിലെ അപകടങ്ങളെ നീക്കിക്കളയുവാനും എല്ലാ നാശകരമായ അവസ്ഥാന്തരങ്ങളെയും ബഹിഷ്കരിക്കുവാനും വിത്തുകളെ വളർത്തുവാനും
മുളകളെ സംരക്ഷിക്കുവാനും ഫലങ്ങളെ പാകമാക്കുന്നതും ആക്കി തീർക്കണം. എന്തുമാത്രം ഇച്ഛാശക്തിയോടുകൂടി ബോധ്യത്തോടുകൂടിയാണ് പിതാക്കന്മാർ ഈ പ്രാർത്ഥനകൾ രചിച്ചിരിക്കുന്നത്. ഇന്ന് നാം നേരിടുന്ന ഈ മഹാമാരിയുടെ, ഈ മഹാവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ ഇവയൊക്കെ ദൂരീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഒന്നുമാത്രം മതി എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പറയാനായിട്ട് സാധിക്കും, നാം ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. കസാന്തി സാക്കീസിൻ്റെ ജീവ കഥയാണ്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയാണ് റിപ്പോർട്ട് ടു ഗ്രീക്കോ. അദ്ദേഹത്തിൻ്റെ ആ ജീവ കഥയിൽ ഇപ്രകാരം ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നു. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രീറ്റ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ മുന്തിരി കൃഷിക്കായിട്ട് പോയി. അവിടെ ഏറെ സ്ഥലം സമ്പാദിച്ച് അവിടെ മുന്തിരി കൃഷി ആരംഭിച്ചു. എന്നാൽ കാലാവസ്ഥയുടെ വ്യതിയാനമനുസരിച്ച് ഏറെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന ഒരു ദ്വീപായിരുന്നു ക്രീറ്റ എന്ന് പറയും. ഒരിക്കൽ ഈ ദ്വീപിലേക്ക് 10 വയസ്സുകാരനായ സാക്കീസ് അപ്പനെ കാണുവാൻ തക്കവണ്ണം ആ ദ്വീപിലേക്ക് ചെന്നു. അപ്പോഴാണ് പെട്ടെന്ന് പ്രകൃതിയുടെ ഭാവം മാറി അവിടെ വലിയ കാറ്റും മഴയുമൊക്കെ ഉണ്ടായി. ഈ മഴയിൽ അവർ ശേഖരിച്ചതായ, അവർ സമ്പാദിച്ചതായ, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്ന ആ മുന്തിരിത്തോട്ടങ്ങൾ മുഴുവൻ വെള്ളം കയറി നഷ്ടപ്പെട്ടു പോയി. ഇത് കണ്ട സാക്കീസ് വളരെ ദുഃഖിതനായി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് സാക്കീസ് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനമാണ്, നാം ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളുമാണ് ഇവിടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നാം എന്തു ചെയ്യും? ഈ സ്നേഹവാനായ പിതാവ് സാക്കീസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നാം ഇന്നിവിടെ ഉണ്ടല്ലോ, നാം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതാണ് വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നാം ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നു. 2018 മുതലുള്ള ഒരു കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. 2019 ഏറെ വിഭിന്നമായ അനുഭവമായിരുന്നില്ല. 2020 കടന്നു വന്നപ്പോൾ മഹാമാരികളാലും അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ പിടിച്ചു കുലുക്കുവാൻ തക്കവണ്ണമുള്ള അനേക സംഭവങ്ങൾ, പ്രത്യേകിച്ച് COVID-19 എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശ, നാം ജീവനോടെ ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം, നാം ജീവനോടെ ഈ ലോകത്ത് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം കരുണ ചൊരിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നത്. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളാണ്. യോശുവ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അങ്ങനെ നിങ്ങൾ പോകുന്ന വഴിയറിയും, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴിയറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനങ്ങളോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴിയറിയും, ഈ വഴിക്ക് മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനങ്ങളോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. യോശുവ പ്രവചനം 3-ാം അധ്യായം 4-ന്റെ 2-ാം ഭാഗവും 5-ാം വാക്യവും. ദനഹാ പെരുന്നാളിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ പഴയ നിയമ ഇസ്രായേലിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സൂചനയായ മാമോദീസായുടെ സൂചനയെന്ന് വിശേഷിപ്പിക്കാവുന്ന യോർദാൻ നദിയിലൂടെയുള്ള യാത്രയുടെ ഒരു വിവരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ മോശയാൽ നയിക്കപ്പെട്ട് 40 സംവത്സരക്കാലം ഇസ്രായേൽ ജനം മരുഭൂയാത്ര ചെയ്ത് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂയാത്ര ചെയ്ത് കനാനിൻ്റെ പടിവാതിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ
മോശ നേബോ പർവ്വതത്തിൽ വെച്ച്, പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം 34-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ മോശയുടെ അന്ത്യകാലത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മോശ നേബോ പർവ്വതത്തിൽ വെച്ച് മരിച്ച് ദൈവം അവനെ അടക്കം ചെയ്യുന്നു. അവൻ യോശുവായെ കൈവച്ച് അനുഗ്രഹിച്ച് ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ജോഷുവായെ ഒരുക്കുന്ന സംഭവമാണ് ജോഷുവയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ. നമ്മൾ ജോഷുവയുടെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് യോശുവയുടെ പുസ്തകം, 24 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഇസ്രായേൽ ജനം എങ്ങനെ കനാൻ ദേശത്ത് പ്രവേശിച്ചു. വാഗ്ദത്ത നാടാണ്. ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായിട്ട്, എങ്ങനെ അവർ കനാന്യരെ കീഴടക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാം ഭാഗത്ത് 12 ഗോത്രങ്ങൾക്ക് എങ്ങനെ കനാൻ ദേശം വിഭജിച്ചു കൊടുത്തു എന്നതാണ് മൂന്നാം ഭാഗം. നാലാമതായിട്ട്, വാഗ്ദത്ത നാട്ടിൽ അവർ എങ്ങനെ അവരുടെ വാസം ഉറപ്പിച്ചു എന്നുള്ളതാണ് 4 ഭാഗങ്ങൾ. അതിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് യോശുവയെ യഹോവയായ ദൈവം ദൗത്യമേൽപ്പിക്കുകയാണ്. മോശയാൽ നയിക്കപ്പെട്ട ജനം പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വൈതരണികളിലൂടെ കടന്നു പോകുമ്പോൾ മോശ യോശുവയിലേക്ക് തൻ്റെ അധികാരം കൈമാറുമ്പോൾ, ജനത്തെ നയിക്കുവാനുള്ള ആ ദൗത്യം കൈമാറുമ്പോൾ അതെപ്രകാരമാണ് എന്ന് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. 2 മുതൽ 5 വരെയുള്ള വേദഭാഗത്ത് അവർ യോർദാൻ നദി കടക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ഏറെ പ്രയാസമേറിയ ഒരു കടമ്പയല്ല യോർദാൻ നദി എന്ന് പറയുന്നത്. വളരെ ചെറിയ നദിയാണ്. എന്നാൽ കൊയ്ത്തുകാലമാകുമ്പോൾ ആ നദി കരകവിഞ്ഞൊഴുകുന്നതായിട്ടാണ് ഈ യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 2 മുതൽ 5 വരെയുള്ള ഭാഗത്ത് ഈ ഒരു പരാമർശമാണ്, യോർദാൻ കടക്കുന്നതിനെ പറ്റിയുള്ള പരാമർശമാണ്. 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ, ഞാൻ പറഞ്ഞു 24 അധ്യായങ്ങളിൽ, 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ദേശം കൈവശമാക്കുന്നതും അവരുടെ യെരിഹോ മതില് തകർക്കുന്നതും അവരുടെ ജീവിതത്തിൽ ആ യാത്രയിലുണ്ടായ വിജയ പരാജയങ്ങൾ പരാമർശിക്കുന്ന ഭാഗങ്ങളുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ കീഴടക്കിയ രാജാക്കന്മാരുടെ ഒരു നീണ്ട നിര നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ 12 ഗോത്രങ്ങൾക്കായിട്ട് ഈ ദേശം വിഭാഗിച്ചു കൊടുക്കുന്ന ആ വിഭജനത്തിൻ്റെ കഥയാണ് അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. 23 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ യോശുവയുടെ സമാപന സന്ദേശവും യോശുവയുടെ മരണവും വിവരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഘടന കൊണ്ട് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ജോഷുവയുടെ പുസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോശുവ യോർദാൻ നദിയുടെ ഇക്കരെ നിൽക്കുകയാണ്. യോർദാൻ നദി കടക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെങ്കടൽ കടന്ന ഒരു അനുഭവത്തോളം വരികയില്ല ഈ യോർദാൻ്റെ അക്കരയ്ക്കുള്ള യാത്ര എന്ന് പറയുന്നു. ഏതാണ്ട് 10 മൈൽ വീതിയുള്ള ആഴമുള്ള ചെങ്കടൽ യഹോവയായ ദൈവം മോശ മുഖാന്തരം ഈ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തിയെങ്കിൽ, പുറകിൽ ഫറവോന്റെ സൈന്യം ആക്രമിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ഈ ചെങ്കടൽ കടക്കുവാനായിട്ട് അവർക്ക് അവസരം നൽകിയെങ്കിൽ, യോർദാന്റെ അനുഭവം അവർക്ക് അത്ര പ്രതിസന്ധി ഉളവാക്കുന്ന ഒരു അനുഭവമല്ല. പക്ഷെങ്കിൽ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴിയറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. വഴി അറിയുന്നതിനെക്കുറിച്ച് ഇവിടെ യോശുവ പുരോഹിതന്മാരോട് പറയുകയാണ്, സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് പറയുകയാണ്. അതുവരെ മോശയുടെ കാലത്ത് സാക്ഷ്യപെട്ടകം ജനത്തിൻ്റെ മധ്യേ ആയിരുന്നു. എന്നാൽ ഇവിടെ സാക്ഷ്യപെട്ടകവുമായി മുമ്പേ നടക്കുവാനായിട്ട് യോശുവ പുരോഹിതന്മാരോട് ആവശ്യപ്പെടുകയാണ്. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ആത്മീയ ജീവിതത്തിൽ നാം പിൻപറ്റേണ്ട ചില മാർഗദർശനങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മുടെ ആത്മീയ ജീവിതം എത്രമാത്രം പരിപുഷ്ടിപ്പെടുത്താം, ഈ ആത്മീയ ജീവിതത്തിന് എന്താണ് നാം ആർജിക്കേണ്ട ജീവിത ചര്യകൾ എന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പദമാണ് ന്യൂ നോർമൽ എന്ന് പറയുന്ന പദം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് നോർമൽ എന്ന പദം. ഒരാൾ നോർമൽ, സ്വാഭാവികത എന്ന് പറയുന്ന ഒരു നോർമലാണ്, ഒരാൾ നോർമലാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു അവസ്ഥാന്തരം എന്ന് പറയുന്ന അബ്നോർമലാണ്, അത്ര സ്വാഭാവികമല്ലാത്ത ജീവിതം. ഇപ്പോൾ ഒരു പുതിയ പദം, പുതിയ പദമല്ല, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിലും ഈ കോവിഡ് കാലത്താണ് ഈ ഒരു പദം, നവ സ്വാഭാവികത, ന്യൂ നോർമൽ. ഇതുവരെ നാം അനുഷ്ഠിച്ചു വന്ന കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുക. നമ്മൾ സാധാരണ പറയും, ഈ അടുത്ത സമയത്തൊക്കെ വിവാഹ നിശ്ചയ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ പ്രായമുള്ളവർ പറയാറുണ്ട്, പണ്ടൊക്കെ 10 പേര് വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അത് ആ ചടങ്ങ് തീരുന്ന ഒരനുഭവം. എന്നാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ വിവാഹ നിശ്ചയം എന്നൊക്കെ പറയുന്നത് വലിയ മാമാങ്കങ്ങളായി മാറിയിരിക്കും. എന്നാൽ ഈ കോവിഡ് കാലത്ത് അടുത്ത സമയത്ത് പങ്കെടുത്ത വിവാഹ നിശ്ചയ ചടങ്ങുകളോ അല്ലെ വിവാഹ കുദാശകളൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ന്യൂ നോർമലിന് കൊടുക്കാവുന്ന ഒരു ഡെഫിനിഷൻ. പല കാര്യങ്ങളും നമ്മൾ സ്വാഭാവികമെന്ന് പറഞ്ഞത് അസ്വാഭാവികമായി അത് മാറിക്കൊണ്ട് ഒരു പുതിയ സ്വാഭാവികത, ഈ സ്വാഭാവികത എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് നവംബർ മാസത്തിൽ പുതിയ മാർത്തോമ മെത്രാപ്പോലിത്ത ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചർച്ച് ആൻഡ് ദ ന്യൂ നോർമൽ. വളരെ ചർച്ച ചെയ്യപ്പെട്ട, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം ഈ കാലത്തിന് ഉതകുന്ന ചില ആശയങ്ങൾ അദ്ദേഹം അതിനകത്ത് ഒത്തിരി ആശയങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആശയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് എല്ലാം ഡിജിറ്റൽ യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. കുട്ടികളെ ഒരു കാലത്ത് നമ്മൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ അവർ ഈ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ, മൊബൈലും മറ്റ് മീഡിയ, സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിച്ചപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ പഠനം പോലും ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കവരെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കാത്ത ഒരനുഭവം. ഇന്ന് വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വിർച്വൽ ഓഫീസുകൾ ആരംഭിക്കുകയാണ്. അവരുടെ ഓഫീസിന് ഇന്ന് സ്പേസ് ആവശ്യമില്ല. അവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു ഇടം അവർക്ക് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വർക്ക് അറ്റ് ഹോമും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ തൊഴിലാളികൾക്ക്, അതിൽ പണിയെടുക്കുന്നവർക്ക് എവിടെ നിന്നും ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു പുതിയ നോർമലിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകം ഒരു ഗ്രാമമെന്ന്, ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്ന ഒരു അനുഭവം. ഒരു കോവിഡ് സൂക്ഷ്മാണു ലോകത്തെ മുഴുവൻ അടച്ചിടുന്ന ഒരനുഭവം. കാരണം ഒത്തിരി പദങ്ങൾ നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ പരിചയപ്പെട്ടു. ലോക്ക്ഡൗണും ക്വാറന്റൈനും അങ്ങനെ ഒത്തിരി പുതിയ പുതിയ പദങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. നാം ഒരിക്കൽ ആശുപത്രികളിൽ മാത്രം കണ്ടിരുന്ന മാസ്കുകൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന അനുഭവം. പുതിയൊരു ജീവിത ക്രമത്തിലേക്ക്, ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവിടെയാണ് കൂടുതൽ യാന്ത്രികമായി തീരുന്ന ജീവിതത്തിൽ അവിടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. നാം തിരഞ്ഞെടുക്കുന്ന പുതിയ വഴികളിൽ, നാം അറിയാതെ പോകുന്ന ഈ ജീവിത പാതകളിൽ യഥാർത്ഥമായിട്ട് നാം മറ്റുള്ളവരെ അറിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ശാന്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ലോക ശ്രദ്ധേയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: നദികൾ സ്വന്തം വെള്ളം കുടിക്കുന്നില്ല, മരങ്ങൾ സ്വന്തം ഫലം തിന്നുന്നില്ല, സൂര്യൻ സ്വയം പ്രകാശിക്കുന്നില്ല, പൂക്കൾ തങ്ങൾക്ക് തന്നെ സുഗന്ധം പരത്തുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമല്ല.
നിയമമാണ്. നാം എല്ലാവരും പരസ്പരം സഹായിക്കാനായി ജനിച്ചവരാണ്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ജീവിതം നല്ലതാണ്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ജീവിതം നല്ലതാണ്. നിങ്ങൾ കാരണം മറ്റുള്ളവർ സന്തുഷ്ടരായി ഇരിക്കുമ്പോൾ വളരെ സന്തോഷിക്കും. നിങ്ങൾ കാരണം നാം മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുഖാന്തരമായി തീരുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോ ചര്യകളും മറ്റുള്ളവരുടെ സന്തോഷത്തിന് മുഖാന്തരമായി തീരുന്നുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് യോശുവയുടെ പ്രവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ഒരു പുതിയ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വരികയാണ്. നമ്മുടെ ആരാധനാ ഗീതത്തിൽ നാം പാടുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനി തിരഞ്ഞെടുക്കേണ്ട വഴിയെക്കുറിച്ച് പാടുന്നുണ്ട്. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, ഭീതി കുറഞ്ഞതുമാ ആ വഴി ഗമനം കാംക്ഷിപ്പോർ, അത്യുത്സാഹം ആവശ്യമാണ്. രാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ വാതിലിലൂടെ യാത്ര ചെയ്യുന്ന, ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത്യുത്സാഹം ആവശ്യമാണ്. അതിൽ അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദരായിത്തീരും. അലസത ലേശം ബാധിച്ചാൽ അത് അശുഭ വഴിക്ക് വശംവദരായിത്തീരും. നമ്മുടെ സഭാജീവിതത്തിൽ, ഈ ആത്മീയ ജീവിതത്തിൽ അലസത ബാധിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് യോശുവ പ്രവചനം പ്രസക്തമാകുന്നത്. അവിടെ പുരോഹിതന്മാരെ പിൻപറ്റുവാൻ തക്കവണ്ണം, സാക്ഷ്യപ്പെട്ടകവുമായി പോകുന്ന പുരോഹിതന്മാരെ പിൻപറ്റുവാൻ തക്കവണ്ണം യോശുവ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് പുരോഹിതന്മാരെ പിൻപറ്റുക എന്ന് പറയുന്നത്? സഭാജീവിതമാണ്, നമ്മുടെ കൗദാശിക ജീവിതമാണ്, ആരാധനാ ജീവിതമാണ്. അവിടെ ശരിയായ ഒരു പാത ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവിടെ ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് ദൈവ സംസർഗമാണ്. ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ട സേനകളോടും അത്രേ. ഈ ഒരു പോരാട്ടം, ഈ ലോകത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ തിന്മകളെ നമുക്ക് ജയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായത് ദൈവ സംസർഗമാണ്, ആരാധന ജീവിതമാണ്, പ്രാർത്ഥനകളാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് പല ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടു. പല ദേവാലയങ്ങളും വിശ്വാസികൾക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോകുന്നു. അവിടെ നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളായിട്ട് മാറി. ഭവനങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കിട്ടും. അതിലും ഏറെ ഉപരിയായി ബന്ധങ്ങൾ അല്പം കൂടെ സുദൃഢമാകുവാൻ തക്കവണ്ണം ഇടയായി. കഴിഞ്ഞ ദിവസം ഒരു കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പങ്കുവെച്ച ഒരു വലിയ സത്യം, ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങളിലായിരുന്നു, ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു. എന്നാൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഏതാനും മാസക്കാലം കുഞ്ഞുങ്ങളുമായി ദൈവം തരുന്ന കൽപ്പന അത് പാലിച്ചുകൊണ്ട് ദൈവീയ കൽപ്പനയ്ക്ക് അധിഷ്ഠിതമായി ജീവിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് പൂർവികർ നമ്മൾക്ക് കാട്ടിത്തന്ന ചില മാർഗങ്ങളുണ്ട്, ചില പാതകളുണ്ട്. അവർ വെട്ടിത്തുറന്നു തന്ന ചില പാതകളുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ആത്മീയ ശരീരങ്ങൾ ഈ ഒരു ഭാവത്തിലൂടെ രൂപപ്പെടുവാൻ തക്കവണ്ണം പൂർവികർ നമുക്ക് തന്ന പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് ഈ യോശുവയുടെ പ്രവചനം 3-ാം അധ്യായം പുരോഹിതന്മാരെ പിൻപറ്റുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ആവശ്യം, ഈ സഭാജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. യോശുവയിലൂടെ കേട്ട ദൈവവചനം അവർ അനുസരിച്ച് ദൈവം തെളിച്ച വഴിയിലൂടെ യോർദാൻ നദി കടക്കുവാനൊരുങ്ങുന്ന ജനം കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, കഴിഞ്ഞ കാല ജീവിതത്തിൽ അവർ നയിച്ച ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ, ജീവിതത്തിലെ വീഴ്ചകൾ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പുതിയ ജീവിതത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം, ഒരു പുതിയ അനുഭവത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം യോശുവ അവരോട് ആഹ്വാനം. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ യഹോവയായ ദൈവം കൽപ്പിക്കുന്നതായിട്ട് മോശ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ
വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഈ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം പുതിയ നിയമ കനാനിലെ വാഗ്ദത്ത നാട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനങ്ങൾ അവരുടെ ഈ 40 വർഷത്തെ മരുഭൂയാത്രയിൽ 2 പേർക്ക് മാത്രമേ പഴയ തലമുറയിലുള്ള 2 പേർക്ക് മാത്രമേ യോർദാൻ കടന്ന് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ആ തലമുറയിലുള്ള യോശുവായും കാലേബിനെ കുറിച്ച് പറയുന്നത് വേറൊരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. വേറൊരു സ്വഭാവമുള്ള, കാരണം ദേശം ഒറ്റുനോക്കുവാനായിട്ട് മോശ 12 പേരെ അയക്കുമ്പോൾ 10 പേരും ഈ ദേശത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായ ഒരു റിപ്പോർട്ടാണ് മോശയ്ക്ക് കൊടുക്കുന്നത്. ആ ദേശം നമുക്ക് കൈവശമാക്കുവാനായിട്ട് സാധിക്കുകയില്ല. യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത നാടാണ്, ശരിയാണ്. പക്ഷേ അവിടുത്തെ മല്ലന്മാരെയോ അവിടുത്തെ യോദ്ധാക്കളെയോ ഒന്നും നേരിടുവാൻ തക്കവണ്ണമുള്ള കഴിവോ പ്രാപ്തിയോ നമുക്കില്ല. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യോശുവായും കാലേബും സത്യത്തിന് വേണ്ടി നിലകൊണ്ട യോശുവായും കാലേബിന് മാത്രമാണ് പുറപ്പെട്ടവരിൽ കനാൻ ദേശം വാഗ്ദത്തം. മോശയ്ക്ക് പോലും കനാൻ ദേശം വാഗ്ദത്ത നാട് കാണുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇവിടെ യോശുവായും കാലേബും അവിടേക്ക് പ്രവേശിക്കും. അവിടെയാണ് ഗിൽഗാലിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ നദി, യോർദാൻ നദി കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് 12 കല്ലുകൾ ശേഖരിച്ച് അവർ ഗിൽഗാലിൽ ഒരു പ്രതിഷ്ഠ, ഒരു മോണിമെൻ്റ് അവിടെ പണിയുകയാണ്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ തലമുറ ചോദിക്കും എന്താണ് ഈ സ്മാരകമെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം ഈ മരുഭൂമി പ്രയാണത്തിൽ, ഈ ജീവിതയാത്രയിൽ നമ്മെ സഹായിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുവാൻ തക്കവണ്ണമാണ് അവിടെ ഈ ഒരു പ്രതീകം അവിടെ സ്ഥാപിക്കുന്നത്. ഗിൽഗാലിൽ വെച്ച് ഈ ജനം, 2ാമത്തെ തലമുറ പരിച്ഛേദന ഏൽക്കുകയാണ്. പരിച്ഛേദന ഏറ്റ് ഗിൽഗാലിൽ അവർ പുതിയ ജനമായി അവർ രൂപാന്തരപ്പെടുകയാണ്. പിന്നീടാണ് അവരുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുന്നത്. ഈ 2ാമത്തെ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് പോലെ യഹോവ അവരുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുന്നു. എന്താണ് അതിശയം? യെരിഹോ കോട്ടയാണ്. അവരെ ഏറെ ഭാരപ്പെടുത്തിയ ഒരു പ്രതിബന്ധമാണ് യെരിഹോ മതിലെന്ന് പറയുന്നത്. ഈ യെരിഹോ മതിലിനെ കീഴടക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നത് ഈ പൂർണ്ണമായ ദൈവാശ്രയമാണ്. വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലമാണ്. നമുക്കറിയാം, 7 ദിവസം ഈ യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും അവർ വലം വയ്ക്കുന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം അവർ വലം വയ്ക്കുന്നു. 7-ാം ദിവസം 7-ാം പ്രാവശ്യം അവർ വലം വയ്ക്കുമ്പോൾ അവർ കാഹളമൂതി ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ കോട്ടമതിൽ തകർന്നു വീഴുകയാണ്. കായിക ശക്തിയാൽ നടക്കാത്ത ഒരു സംഭവം ദൈവത്തിൻ്റെ ശക്തിയാൽ ജനത്തിന് സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഈ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, യെരിഹോ കോട്ടകൾ, അത് തകർക്കപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയോടുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ഈ വഴിക്ക് നിങ്ങൾ പോയിട്ടില്ലല്ലോ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ദൈവം അതിശയം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതകാലത്ത് ഈ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പുതിയ വഴികൾ, വഴിത്താരകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ ഏത് നന്മയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സ്വീകരിപ്പാൻ തക്കവണ്ണം മറ്റുള്ളവരെ കരുതിക്കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു സഭാജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. അവിടെയാണ് ഈ യോശുവയുടെ പ്രവചനം ഏറെ പ്രസക്തമാകുന്നത്. നിങ്ങൾ മുമ്പേ പോയിട്ടുള്ള ഈ വഴിക്ക് നിങ്ങൾ മുമ്പ് പോയിട്ടില്ല. പുതിയ അനുഭവങ്ങൾ, ജീവിത ക്രമങ്ങൾ നമ്മുടെ മുമ്പേ കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായി നമുക്ക് ഒരുങ്ങുവാനായിട്ട് സാധിക്കണം. 2020 സമ്മാനിച്ച വിഹുലതകളും വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ 2021 തുടരുമെന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ കരുതലിൻ്റെ കരം, ദൈവം നമ്മെ നന്മകളും നേർന്നുകൊണ്ട് ഈ പെരുന്നാളിൽ നാം അടുത്തു വരുമ്പോൾ
വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രത്യേകിച്ച് സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് കൊക്കാപ്പറമ്പിലച്ഛൻ, അതിൻ്റെ എല്ലാ ചുമതലക്കാരോടും, എന്നെ ശ്രവിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലും എന്നെ കേൾക്കുന്ന മഹത് വ്യക്തികളെ ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം. COVID-19 എന്ന ആപത്ത് കഴിഞ്ഞ വർഷം നമ്മളെയൊക്കെ ഗ്രസിച്ചിരുന്നു. 2021 നാം കാലൂന്നിയിരിക്കുന്നു. ഇപ്പോഴും കോവിഡിൻ്റെ അതിൻ്റെ ദുർഘടങ്ങൾ നമ്മളെയൊക്കെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ്. എങ്കിലും ഇത്രയും നാൾ നമ്മളെ നടത്തിയ ദൈവം അത്ഭുതകരമായി നമ്മളെ വീണ്ടും നടത്തുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു വിശ്വാസത്തോടുകൂടി, ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകുവാൻ ദൈവം ഏവരെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ വിജയങ്ങളിൽ ഒന്ന് നിഗളിക്കാതെ, പരാജയങ്ങളിൽ താളടിയാകാതെ, വിജയവും പരാജയവുമെല്ലാം ദൈവം തന്നതാണെന്ന ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു സന്തുഷ്ടമായ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളായി 2021 ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആഭ്യന്തര സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ തോമസ് കൊക്കാപ്പറമ്പച്ചനാണ്. തൻ്റെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് വകവെക്കാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തെ നമ്മൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതി വരികയില്ല. കോവിഡ് കാലത്ത് ആരംഭിച്ച ഈ എല്ലാ ബുധനാഴ്ചയും ഉള്ള ധ്യാന യോഗത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കൊക്കാപ്പറമ്പ് അച്ഛനെ എന്നെ കേൾക്കുന്ന ഏവരുടെയും നാമത്തിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ ഈ ഇത്രമാത്രം സമ്പുഷ്ടമാക്കി തീർക്കുവാൻ ഇതിനെ താങ്ങും തണലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവക സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശുഷ്കാന്തിയ നിലപടിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വന്യ അദ്ദേഹമാണ് തീമോത്തിയോസ് തിരുമേനി. തിരുമേനിയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസനം ഉത്തരോത്തരം ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുമേനിക്ക് ഏവരുടെയും പേരുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് യഥാർത്ഥത്തിൽ ഇപ്രകാരം സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം അച്ഛന്, ആഭ്യന്തര സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജിബി, അസിസ്റ്റന്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ബിൻസി, ഇവരെ ഏവരോടുള്ളതായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്കറിയാം, ഈ ക്രിയേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ബദൽ ക്രിയേഷൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒബിനച്ചനും അതോട് കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരൊക്കെ ഇതിനുവേണ്ടി അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കുള്ളതായ നന്ദി കൃതജ്ഞ രേഖപ്പെടുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ യോഗത്തിൽ ഈ ധ്യാന പ്രസംഗത്തിന് നേതൃത്വം നൽകിയത് ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ഇടവ അംഗമായി ഇപ്പോൾ ഇടവങ്ങാട് പള്ളിയുടെ വികാരിയെ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ എബ്രഹാം കോശി കുന്നുംപുറത്ത് അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചെറുപ്പകാലം മുതൽ യൗവനകാലം മുതൽ ദൈവിക ചിന്തയിൽ ആയിരുന്നുകൊണ്ട്
യുവജന പ്രസ്ഥാനത്തിൽ കൂടി സൺഡേ സ്കൂളിൽ കൂടെയൊക്കെ വളർന്നു വന്ന് നേതൃത്വ പാടവത്തിലേക്ക് കടന്നു വന്ന ഒരു നല്ല ദൈവദാസനാണ് എബ്രഹാം കോശി അച്ഛൻ. അദ്ദേഹം വാഗ്മി മാത്രമല്ല, മറിച്ച് അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഇപ്പോഴേ ഭദ്രാസനത്തിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നതൊപ്പം തന്നെ സാമൂഹ്യമായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി, ചിന്തകൾക്ക് വേണ്ടി തൻ്റെ സമയം കണ്ടെത്തുന്ന ഒരു മഹത് വ്യക്തിയാണ് എബ്രഹാം കോശി അച്ഛൻ. എപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയോഗത്തിലൊക്കെ വിളിക്കുമ്പോൾ വളരെ സന്മനസ്സോടെ സന്തോഷത്തോടെ കടന്നു വരികയും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറപറയായി നിർവഹിക്കുകയും ചെയ്യുന്ന മഹത് വ്യക്തിയാണ് എബ്രഹാം കോശി അച്ഛൻ. അച്ഛൻ്റെ ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി എന്ന് എന്നോടൊപ്പം കേൾക്കുന്ന ഏവർക്കും മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ അടിസ്ഥാനമാക്കി അദ്ദേഹം ഇന്ന് ഇവിടെ ചില നല്ല കാര്യങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിച്ചത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ എന്ന 5-ാം വാക്യത്തിലെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ പാത തുടർന്നുള്ള നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. അപ്രകാരം ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ കടന്നുപോയ യോശുവായ്ക്ക് കനാൻ നാട്ടിലേക്ക് കടക്കുവാനും കനാൻ നേട്ടം കൈവശമാക്കുവാൻ, വിഭജിച്ചു കൊടുക്കുവാനുള്ളതായ ശക്തി ലഭിച്ചത് ഈ ചിന്തയിൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടന്നു വരുന്ന ഞാനും നിങ്ങളും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം. വ്യക്തിപരമായി, കുടുംബമായി അനുഗ്രഹിക്കണം. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ ശരീരമെന്ന ചിന്തയിൽ നമ്മളെല്ലാവരും വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുവാനും ദൈവത്തെ മുൻനിർത്തിയും പ്രവർത്തിക്കുന്ന അനുഭവമുള്ളവരായി തീരും. അത് നമ്മൾ ഓർമ്മിപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ നല്ല വാക്കുകൾക്ക് ഏവരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രസംഗം ദൂരെയും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാവരെയും, ഇതിനുവേണ്ടി അല്പമായി അധികമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ വന്നൊരു വരുവാനിക്കുന്നതും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാവളാടിയാരുടെ കൃപീതമശിയ രാജാവേ നിനക്ക് സ്തുതി. ബാറകമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂലോകമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിൻപോട്ടവൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഇതോടുന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. എൻ്റെ വിലബലമായ നമ്മുടെ കർത്താവ് വിശ്വസിയ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധുളനേതമ്പുരാന്റെ അമ്മയെ പാവളാടിയാർക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതവും അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറഖ്യമോർ ബർബരന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാവുന്നുവെന്ന് നിന്നെ തിരിച്ചറിയുന്നവനും നിന്നിൽ അഭയം പ്രാപിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവാനായ കർത്താവേ, ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും
ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമെന്നുള്ളത് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞാൻ മരിച്ചവനാകുന്നു, മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയവുള്ളവനെ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. നിങ്കിൽ സാധ്യമല്ലാത്തത് ഒന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉടയവനാകുന്നുവല്ലോ. എൻ്റെ ഹൃദയവും എൻ്റെ ജഡവും ഞെരുക്കത്തിലിരിക്കുന്നത് കൊണ്ട് എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങൾ ആയിത്തീർന്നതിനാൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷയ്ക്കും യോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെക്കുറിച്ച് വിലപിക്കുന്നത് ഭൂലോകത്തെ മുഴുവൻ ഞങ്ങൾ വിളിച്ചാലും സാധ്യമല്ല. അതിനാൽ കർത്താവേ, നിൻ്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിൻ്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിൻ്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുതേ, നിൻ്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നീതിയുള്ള ശിക്ഷാവിധിയിൽ ഞങ്ങൾ അതിവേദനപ്പെടുമാറാകരുതേ. ഞങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ മഹാപാപികളാകുന്നു എന്ന് ഏറ്റുപറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടേക്ക് ഓടി ഒളിക്കേണ്ടു? നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ എവിടെ മറഞ്ഞിരിക്കേണ്ടു? ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ നിൻ്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശമോനോട് നീ നിരപ്പായതുപോലെ ഞങ്ങളോടും നിരപ്പാകണമേ. ഞങ്ങൾ കർത്താവേ, നിൻ്റെ തിരുശരീരം ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും നിൻ്റെ തിരുരക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിൻ്റെ പരിശുദ്ധ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞങ്ങൾ നരകാഗ്നിക്ക് ഓഹരിയായക്കാരായിത്തീരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുതേ. എന്നാലോ ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിൻ്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വബുക്കുലസ്ബാൻ വൽമീൻ. ആമീൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകരക്ഷിതാവായ ദൈവോത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏക പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ മാർ തോമാസ് ലീഹ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്മാരായ 12 അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിനെ രക്തസാക്ഷികളായ പരിശുദ്ധ സഹദേന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരമമാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ വട്ടപ്പശ്ശേൽമാർ ദിവന്യാസിയോസ് തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാളിതുവരെയും ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ശുദ്ധിമാന്മാർ ശുദ്ധിമതികളുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണാമയനും സ്നേഹവാനും ഞങ്ങളെ അനുദിനം പരിപാലിക്കുന്നവനുമായ തമ്പുരാനെ, അനുഗ്രഹീതമായ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ബുധനാഴ്ച അവിടുത്തെ പാദപീഠത്തെങ്കിൽ അടുത്തു വരുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഈ പ്രകാശത്തിൻ്റെ പെരുന്നാളായ ദനഹ പെരുന്നാളിൽ പ്രകാശിതരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കിയ ഈ ദിനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം ഈ ലോക ജീവിതത്തിൽ അശുദ്ധികൾ, ലോകത്തിൻ്റെ കളങ്കങ്ങൾ ഞങ്ങളെ അപഹരിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ സഭാജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. പ്രത്യേകിച്ച് ലോകം ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഞങ്ങൾ താളടിയായി പോകാതെ
ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ആശ്രയമാകുന്നു. ഞങ്ങൾക്ക് മുമ്പേ അവിടുന്ന് യാത്ര ചെയ്യുന്നു, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യുദ്ധം ചെയ്യുന്നു എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. രോഗത്തേക്കാൾ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. രോഗത്തിൻ്റെ പ്രയാസം അലട്ടുന്ന അനേകരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ജീവിത മാർഗം കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്. തമ്പുരാനെ, അവരോടെല്ലാം മനസ്സലിയണമേ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം, അവിടുത്തെ കൃപയിൽ ഒന്നിൽ മാത്രം ശരണം വയ്ക്കുവാൻ തക്കവണ്ണം അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ കൂടിവരവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വചനത്തിലൂടെ രൂപാന്തരപ്പെടുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ സമയം തിരഞ്ഞെടുക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് കബർമിലച്ചനെ സമർപ്പിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളണമേ. ആരോഗ്യവും ആയുസ്സും നൽകി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള ശക്തിയും ബലവും ഉയരങ്ങളും പ്രദാനം ചെയ്യണമേ. ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഇടവകളെ, നയിക്കുന്ന വൈദികരെ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെ, അതിൽ വസിക്കുന്നതിൻ്റെ മക്കളെ, ദൂരെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ അവിടുത്തെ ചിറയൻ മറവിൽ ചേർത്ത് കൊള്ളണമേ. എല്ലാ ദാനങ്ങൾ കൊണ്ടും കൃപകൾ കൊണ്ടും സൗഖ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മാനമഹത്വോടും താട്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ശുദ്ധമുള്ള ബാബാ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷാപവിത്രാജ്യമുള്ള സ്ലിബായിൽ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുവാസിൽ കൂടിയിരുപനങ്ങളായി ഞങ്ങളെ ചുമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, കീഴ് ഞങ്ങളെ മറിച്ചുകൊള്ളണമേ. ബാർക്കുമോർ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതനാകുന്നു. ആത്മീയമായ ഈ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങൾ സകല വാങ്ങിപ്പോയവർക്കും ആശ്വാസവും പാപപരിഹാരവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുത്തെ സ്വർഗീയ സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയുമാക്കി തീർക്കുമാറാകണമേ. ആബോബറോ റൂഹാ ദീശോ ഹോശോ ബബുക്കൂല സ്പാനോൽമേൻ.